ഹലോ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇങ്ങനെ മരം. ഇതാണ് തെറാപ്പി ഡാർക്ക് ഓക്ക്, മൈൻക്രാഫ്റ്റിലെ വലിയ മര. ഓ ശരി. നൂബിക്ക് പിന്നെ അല്ലാതെ പിന്നെ അല്ലാതെ ഒരാഴ്ച മുന്നേ എവിടെ പോയിരുന്നു നിങ്ങൾ? കണ്ടിട്ട് ഒരാഴ്ചയല്ലേ? എവിടെ പോയിരുന്നു? അത് ഈ മരം വളരാൻ വേണ്ടി കുറച്ച് സമയം വേണല്ലോ, അതാ ഒരാഴ്ച പറയുന്നത്. അപ്പൊ എല്ലാവർക്കും സുപ്രഭാതം. സുപ്രഭാതം. എന്താ കഴിഞ്ഞ വട്ടം നമ്മൾ ട്രേഡിംഗ് ആളൊക്കെ സെറ്റ് ആക്കി. ഇനി അതിന്റെ അപ്ഡേറ്റ് ഒക്കെ എന്താ ചെയ്യാൻ പോണത്? അതിലിനി അപ്ഡേറ്റ് ഒന്നും പ്രത്യേകിച്ച് വരാനില്ല. വാ എല്ലാരും. നിങ്ങൾ കണ്ണൊക്കെ അടച്ചു വരണേ. മറ്റേ നമ്മള് വിഷുവിന് കണ്ണൊക്കെ പൂട്ടി. ഞാൻ അടച്ചു അടച്ചു വാ, നേരെ പൊക്കോ. എന്തോ വലിയത് സെറ്റ് ആക്കി കിട്ടാൻ നമ്മളില്ലാത്ത ടൈമില്. അതെ, ഒരു കണ്ണടച്ചാ മതി ജീവി. രണ്ട് കണ്ണടച്ചു വാ. രണ്ട് കണ്ണടച്ചിട്ടുണ്ടോ? ഞാൻ തുറക്കാതെ പറയട്ടോ, ഞാൻ താഴെ എത്തിയത് എനിക്ക് അറിയില്ല. എന്റെ അമ്മോ, തുറക്കട്ടെ? തുറന്നു. എന്റെ അമ്മോ, എന്ത് ജീവി? എനിക്കൊന്നും മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല. വാവ്, എന്താ എടേ, ഇത്ര ആൾക്കാരാ. ജീവി നമ്മൾ വിചാരിച്ച ഒരാളല്ല. അതെ, തെറാപ്പിക്ക് അറിയാം. വെറുതെ ഇത്ര നാൾ നിന്നിട്ട് ജീവി ആരാർന്നത്? സ്പെഷ്യൽ കമാൻഡിംഗ് ഓഫീസർ മിസ്റ്റർ ജീവി. ഫേസ് എക്സ്പ്രഷൻ കേട്ടോ, ഫേസ് എക്സ്പ്രഷൻ ഇടണം. പൊട്ടം കളിച്ച് നടന്ന ജീവി അല്ല ജീവി. അതെ, പിന്നെ നിങ്ങൾക്ക് ഇനി എന്റെ കയ്യിരിക്കുന്ന തിളങ്ങുന്ന സാധനങ്ങൾ എനിക്ക് തിളക്കം വേണം ജീവി. എല്ലാം ഇവിടെ വന്ന് ഇവന്റോട് സംസാരിച്ചേ. നമുക്ക് ഡയമണ്ട് സോഡ് എല്ലാം ഇനി ഇവിടെ നിന്ന് മേടിക്കാം. ഫ്രീ ആണോ? ഡയമണ്ട് എഫിഷ്യൻസി 2 ഫ്രീ ആണ് ജീവി. എല്ലാം എമറാൾഡ് കൊടുത്താൽ കിട്ടും. നമ്മൾ ഇനി ഡയമണ്ട് ഒന്നും വാങ്ങാൻ പോകണ്ട. അയ്യോ 20. അയ്യോ എമറാൾഡ് ഇല്ല. എമറാൾഡ് മാത്രമാണ് പ്രശ്നം. വഞ്ഞു ഇവിടുന്ന് എമറാൾഡ് എടുത്തു. കിട്ടി. ഇനി ഞാൻ സോഡ് ഇവിടെ നിന്ന് ചെയ്യട്ടെ ജീവി. ഇനി ഞാൻ പറഞ്ഞുതരാം ആ സാധനങ്ങൾ. എന്തൊക്കെ വാങ്ങണം ജീവി? സോഡ് ഇല്ല സോഡ് ഉണ്ട്, ഞാൻ എടുക്കട്ടെ. കണ്ണൊക്കെ ഒന്ന് മഞ്ഞടിച്ചില്ലേ? അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നത് എന്താന്ന്. ഞാൻ പറഞ്ഞുതരാം രൂപി. നമ്മുടെ ഈ ഗെയിമിലുണ്ടല്ലോ നമുക്ക് കുറച്ച് എൻചാൻമെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ എൻചാൻമെന്റ് ചെയ്യുന്ന ടൈമില് നമുക്ക് അത്രത്തോളം പവർഫുൾ ആവും ഗെയിം. ഇത് കണ്ണടയൊക്കെ ചെയ്തു അപ്പാപ്പനെയൊക്കെ ജീവിയോടെ കൊണ്ട് പൂട്ടിയിട്ടേക്കണേ. ഇതിന് മേളിൽ ജീവി എഴുതി വെച്ചിട്ടുണ്ടല്ലോ കട്ടൗട്ടറില്, ഫോർച്യൂൺ എല്ലാത്തിന്റെ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ്. ഈ സാധനം എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ആക്സും പിന്നെ പിക്കാക്സിലൊക്കെ ഇടുന്നില്ല, സ്പീഡ് കൂടും നമ്മള് പിന്നെ ഈ ഷാർപ്നെസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സോഡിൽ ഇടുന്നതാണ്. പവർ കൂടൂലേ? ഡയമണ്ടിന്റെ ആക്സിന് ഇതിനൊക്കെ ഇട്ടാ മതിയോ? ഡയമണ്ട് എടുക്ക് തെറാപ്പി. ഡയമണ്ട് ഉണ്ടാക്ക്. ഷാർപ്നെസിന്റെ ഒരു ബുക്ക് മേടിക്കും. ബുക്ക് മേടിക്കണോ? അല്ല ജീവി, ഇവന്റെ ഡയമണ്ടിന്റെ ആക്സും പിക്കാക്സും ഉണ്ട്. സോഡ് നമ്മൾ വാങ്ങണം എന്റെ ഡയമണ്ട് സോഡ് ഉണ്ട്. ഇവന്റെ സോഡ് ഇല്ലല്ലോ. വാങ്ങി തിളങ്ങണ്. അല്ല ജീവി, ഇതില് സോഡ് ഓൾറെഡി ഷാർപ്നെസ് 2 ആണല്ലോ. അത് ഷാർപ്നെസ് അല്ലേ ഉള്ളൂ. എന്റെ ഈ ഒരു സോഡ് നോക്കി അതെന്താ എന്റെ കയ്യിൽ വേറെ സോഡ് ഒന്നുമില്ലോ. അതിനകത്ത് വെച്ച് നോക്കി എന്തൊക്കെ എഴുതി കാണിക്കുന്നത്. ഷാർപ്നെസ് 5, സ്വീപ്പിംഗ് എഡ്ജ് 3, ഫയർ ആസ്പെക്ട്, ലൂട്ടിങ്, അൺബ്രേക്കിംഗ്, മെൻഡിങ്. ഇത്രയും ബുക്കുകൾ നിങ്ങൾ മേടിക്കണം സോഡിൽ ഇടാൻ വേണ്ടി. അതേപോലെ ഇനി ഈ പിക്കാക്സ് എടുത്തോളൂ. കിട്ടി. പിക്കാക്സിൽ സിൽക്ക് ടച്ച്, എഫിഷ്യൻസി 5, അൺബ്രേക്കിംഗ്, മെൻഡിങ്. അപ്പൊ ജീവി ഇപ്പൊ എന്റെ കയ്യിൽ ഈ സോഡ് ഉണ്ട്. ഇനി ഈ ബുക്ക് എന്തൊക്കെ വാങ്ങണം ഞാൻ? മെൻഡിങ്ങിന്റെ ബുക്കും മേടിയത്, അൺബ്രേക്കിംഗ് മേടിയത്. ഷാർപ്നെസ് മേടിക്കണ്ടേ? ഷാർപ്നെസ് എടുത്തു. ഷാർപ്നെസ് ബുക്ക് കിട്ടി. അതെങ്ങനെ ഷാർപ്നെസിന്റെ ബുക്ക് അപ്ലൈ ചെയ്യണം? എങ്ങനെയാ? കിട്ടി. ഇതിനകത്താ ഏതാണ് കയ്യിരിക്കണേ? സോഡല്ലേ ഇടേണ്ടത്? അതിനകത്ത് വെക്കണ. സോഡ് ആദ്യത്തെ റാക്കിൽ വെക്കും, ആദ്യത്തെ കോളത്തിൽ വെക്കും സോഡ്. വന്നു. ഇനി നേരി ഇതിനകത്ത് എടുത്താ പോരെ? എടുത്താ മതി. വന്ന് അതേപോലെ ഓരോ ബുക്കുകളും മേടിച്ചു. അൺബ്രേക്കിംഗ് ഇട്ട് പഞ്ച് വേണം ജീവി. പഞ്ച് വേണ്ട, പഞ്ച് ഇതിനകത്ത് ഇടുന്നേന, ബോയിൽ ഇടുന്നേന. അൺബ്രേക്കിംഗ് ആവാൻ വേണ്ടി നമ്മുടെ സോഡ് ഭയങ്കര സ്ട്രോങ് ആവൂലേ? അതെ, ആക്കി. എന്റെ സോഡിനകത്ത് ഷാർപ്നെസ് 2, ലൂട്ടിംഗ് 3, അൺബ്രേക്കിംഗ് 3, മെൻഡിങ്. ഞാൻ മെൻഡിങ് ഇട്ടില്ല, ബാക്കിയെല്ലാം തെറാപ്പി പറഞ്ഞു കിട്ടു. എങ്ങനെ? എന്താ സംഭവം? നമ്മുടെ ഹാർട്ടിന്റെ തൊട്ട് താഴെ 13, 11 എന്നൊക്കെ പറഞ്ഞ എനിക്ക് 1.
ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂവിയുടെ എല്ലാം കഴിഞ്ഞ് അതെന്താ അതെങ്ങനെ ആദ്യം പുതിയതാ. അതെ അതെ, വല്ലപ്പോഴും പണിയെടുക്കണം. 5 സോംബിയെങ്കിലും വെട്ടിക്കൊല്ലണം, അല്ലെങ്കിൽ 2 കല്ലെങ്കിലും കുഴിക്കണം. 5 നോമ്പീനൊക്കെ ഞാൻ കോന്നിട്ടോ. അത് ഇനിയിപ്പോ അത് കൂടിയാലാണ് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ അത്രേ ഉള്ളൂ. ജിറ്റി ഈ സോഡിന്ന് ഇതേപോലെ ഞാൻ അടിക്കാൻ നേരത്ത് എന്നെ ഒന്ന് വെട്ടിയേ. ഒന്നും പറ്റുന്നില്ലല്ലോ. കള്ളക്കളി തെറാപ്പി നിൽക്ക്, ഞാൻ തുപ്പാം. ഇങ്ങോട്ടോ ഇനി നിങ്ങളതിൽ പൈസ ആകുമ്പോഴേ, അതായത് എമറാൾഡ് ഒക്കെ ആകുമ്പോ ഈ ആളുടെ ഫയർ എക്സ്പെർട്ട് എന്ന് പറയുന്ന ബുക്ക് മേടിക്കണേ. ഓ ജീബി നമുക്ക് അവസാനം അത് തെറാപ്പി കണ്ടാ നൈസായിട്ട് അടിച്ചിട്ടുണ്ട് അവസാനം. മനസ്സിലായി. നിന്റെ എനിക്ക് വിശ്വാസമില്ലടാ. ആദ്യം പറഞ്ഞില്ലേ 26 നിങ്ങളെ പൈസ നമ്മുടെ ഇല്ലാന്ന് നൈസായിട്ട് അങ്ങ് ഇതാക്കി. അത് മേടിച്ചിട്ട് ഇതേപോലെ വെന്റ് ചെയ്താൽ മതി. ദരിദ്രവാസിയേ. അതല്ല, നമുക്ക് ഇന്ന് അയൺ ഫാം എവിടെ ഉണ്ടാക്കണം അത് പറഞ്ഞു. അതുണ്ടാക്കാല്ലേ, അതൊക്കെ ഉണ്ടാക്കാം. അയൺ ഫാമിന് എന്തോ ഒരു സ്ഥലം വേണം. താഴെയല്ലല്ലോ, മേലിലുണ്ടാക്കാനല്ലേ. താഴെ ഉണ്ടാക്കാൻ പറ്റും അയൺ ഫാം. എന്നാ അണ്ടർഗ്രൗണ്ട് അയൺ ഫാം ആക്കിയാലോ. നമുക്ക് അടിയിലെട്ടി കൊടുന്ന് വീണ്ടും ഒരു അണ്ടർഗ്രൗണ്ട് ഹൗസ് കുഴിച്ചാലോ? അടിയിൽ പറ്റൂല, ഇല്ലല്ലേ, വെള്ളമാണ്. എന്നാ മേലിലുണ്ടാക്കാം, അത് മതി. അണ്ടർഗ്രൗണ്ട് ഇടിലാവും ഞാൻ വിചാരിച്ചു. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അണ്ടർഗ്രൗണ്ട് തന്നെ ഉണ്ടാക്കാം. എന്താ നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ചെയ്യട്ടെ. പിന്നെ എന്ത് പറഞ്ഞാലും അതങ്ങ് സാധിക്കും. ഇതെന്താ ഇത് താഴത്തിട്ടല്ലേ കുഴിക്കണേ? ആ താഴോട്ടാ, നമുക്ക് എത്ര ഏരിയ. ഓക്കെ, ഇവിടെ നിന്ന് നമ്മള് അയൺ ഫാമിന് താഴോട്ട് എടുക്കുന്നു കേട്ടോ. എത്ര വെട്ടണം? പക്ഷെ ഇവിടെ എന്തായാലും ഒരു ബ്ലോക്കേ ഉള്ളു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്തോ പോലെ. രണ്ടെണ്ണം എടുക്കാന്നാ. ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്, ഇവിടെ 1 ബ്ലോക്കേ ഉള്ളൂ. അത് കാണുമ്പോ എന്തോ പോലെ. എന്നാ 2 എടുക്കാം. ഞാനേ ഒരു ബ്ലോക്ക് വെച്ച് ഇറങ്ങിപ്പോ. നിങ്ങള് മറ്റേ ലാഡർ എടുത്തോണ്ട് വരുമോ? ലാഡർ എന്റെ കയ്യിൽ കുറച്ചുണ്ട്, 41 ലാഡർ ഉണ്ട്. അത് മതി, അത് മതി. എങ്ങനെയാ ജിബിക്ക് കയറുന്ന ലാഡർ എങ്ങനെയാ? എനിക്കറിയില്ല വെക്കണ എങ്ങനെയാ. ഞാൻ കുളമാണോ നോക്കുന്നതാ. വെയിറ്റ് ചെയ്യടാ. ഇത് പണി കഴിയുമ്പോ എന്തായാലും കൊളാവും. ആ ഇത് കൊളം. കൊളം ഇത് കൊളം ഗൈസ്. ഇതിന്റെ പണി കഴിയുമ്പോ എന്തായാലും കൊളാവും. അയ്യോ ഗൈസ്, ഇത് മുട്ടൻ കുളമാണ്. എന്നിട്ട് താഴോട്ടൊന്ന് ഇറങ്ങി. എന്റെ അമ്മോ, ഞാൻ ഇറക്കി ഒന്ന് നോക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഇതെന്താ? അയ്യോ കേരളെങ്കിലും വേണ്ടിട്ട് അയ്യോ ഇതെങ്ങനെയാ വേണ്ടിട്ട് കയറുന്നത്? ആ ജിറ്റി അങ്ങ് തീരുണ്ട്. ആ ലാഡർ വെക്കട ഫ്രണ്ടില്. ആ അങ്ങനെ തന്നെ തൊട്ട് ഒരെണ്ണം കൂടെ താഴോട്ട് പോയി നബി. ആ ഇനി അതിൽ കയറി എവിടെ? അതെ, ബെഡൊന്നും പൊട്ടിക്കല്ലേടാ, ബെഡൊന്നും പൊട്ടിക്കല്ലേ. അതെ എന്നെ അല്ല, അടിക്കുന്നതല്ല, ഞാൻ ഈ ലാഡർ പൊട്ടിച്ചത്. ബ്ലോക്ക് വെക്കട്ടെ ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ പരിപാടി നടക്കൂല കേട്ടോ. അപ്പൊ മോളിക്കോ, മോളിൽ തന്നെ ചെയ്യാം. നമുക്ക് മേടിൽ തന്നെ ആക്കാം, അതോ നല്ലതല്ലേ? മേളിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല അതിന്റെ അടിയിൽ. ഏറ്റവും ഇന്ത്യയിലുള്ള ഇല്ലേ? അതാ, ഒരു 10 ബ്ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ മുല്ലപ്പെരിയാറ് പൊട്ടും അടിയിലെത്ത. അയ്യോ രാജാവ് വരുന്നേ. ഈ മറ്റേ ഇതിനകത്ത് വെള്ളം കേറിയല്ലോ. ജിബിയുടെ കുതിരയാണത്. അല്ലല്ല, ജിബിയുടെ പച്ചക്കുതിര കൊന്നതാ. ജിബി അടിച്ചു കൊല്ല്. വേണ്ട ജിബി അമ്പ്. ഗൈസ് നമ്മളെ റെഡ് സ്റ്റോൺ ഇരിപ്പുണ്ടോ? ആര്? റെസ്റ്റോൺ. ആ ഇതിനകത്തിന്റെ റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഉണ്ട്. ഒരു പിസ്റ്റൺ ഉണ്ടാക്കോ? പിസ്റ്റണാ? എങ്ങനെയാ? എന്തൊക്കെയാ വേണ്ടേ? കോബിൾ സ്റ്റോണും തടിയും അയണും റെഡ് സ്റ്റോണും. അയണില്ലല്ലോ. അയണൊക്കെ എടുക്കേണ്ടി വരും. ഇതെന്താ പുതിയ സെറ്റപ്പ്? ബാരലാ അതിലെല്ലാം വെക്കാന്. കോപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയണില്ലല്ലോ തെറാപ്പി. നമുക്ക് അയൺ എടുത്തേ പറ്റുള്ളൂ കേട്ടാ. അയൺ പോയി കുത്തിക്കൊണ്ടു തന്നെ കുത്തിക്കൊണ്ടുവരണ്ടേ? തെറാപ്പി ഡ്രസ്സും ചെട്ടിയൊക്കെ. നമുക്ക് താഴെ പോയിട്ട് അന്ന് കൊറേ ജന്തുക്കളെ നമ്മൾ വെട്ടിക്കൊന്ന് ഓർമ്മയുണ്ടോ? ഏത് ജന്തുക്കള്? ഒരു കോപ്പർ ഏരിയയില് നമ്മൾ പോയിട്ട് അവിടെ ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ആ അവിടത്തെ ബ്ലോക്ക് മാന്തി കൊണ്ട് വന്നാല എന്നിട്ട് ആ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് അയൺ ഫാം പണിഞ്ഞാലേ. അതെന്ത് ബ്ലോക്കാ? കോപ്പർ ബ്ലോക്ക്. ആ ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇപ്രാവശ്യം നിങ്ങളതിൽ നല്ല കിടില സോഡൊക്കെ ഉണ്ടല്ലോ. അതുണ്ട്, എന്ത് കാര്യം ഉപയോഗിക്കാനറിയില്ല. അത് ഇവിടെ പച്ച ബ്ലോക്ക് അത് കോപ്പർ തന്നെ. അത് നമ്മള് ഇത് വേണ്ടേ? കോപ്പർ പാഴി പോവാൻ നേരത്ത് കൊറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കോപ്പറിന് ഡീക്കേ ആവൂലേ? അതെ, പുറത്തിരുന്ന് കഴിഞ്ഞാ റിയൽ ലൈഫാണിത്. റിയൽ ലൈഫിലും അങ്ങനെയാണല്ലോ ജിറ്റി. ഇതല്ലേ എടുക്കാൻ പോണ നമ്മൾ ഇവിടത്തെ കല്ല് ചൊണ്ണാല്ലേ എടുക്കണ്ടേ? അന്ന് ഇവിടെ പണിതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. അത് വരും, അവന്മാരെ മൈൻഡ് ഈ പച്ച ഏതാ ജീവി എടുക്കണ്ടേ? തെറാപ്പി കൂടെ കയറിക്കോ. അയ്യോ തന്നെ